അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തൻ്റെ യാത്ര ചുരുക്കി കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിലേക്ക് പോയ സ്വഹാബിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത, കൂടാതെ നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്ത മഹാനായ സ്വഹാബിയായിരുന്നു ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. വശഹിദ ഫുതൂഹു ശാം വഹുവ കാന ബരീദ ഇലാ ഉമർ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു ബിഫത്ഹി ദിമഷ്ക് ووصل المدينة في 7 أيام ورجع منها إلى الشام في 2 ونصف بدعائه عند قبر الرسول صلى الله عليه وسلم وتشفعه به في تقريب طريقه. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്നും മദീനയിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് ദമസ്കസിലെ ഫതഹ് വിവരം സയ്യിദുനാ ഉമർ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതായിരുന്നു. നീണ്ട 7 ദിവസത്തെ യാത്ര ശാരീരികമായി തളർത്തിയതുകൊണ്ട് തന്നെ മഹാനവറുകൾ പിന്നീട് ചെയ്യുന്നത് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിലേക്ക് യാത്ര തിരിക്കുന്നു. അവിടെ വെച്ചുകൊണ്ട് വഴി ചുരുക്കി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശുപാർശക്ക് ചോദിക്കുകയും ചെയ്ത് അങ്ങനെ മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു 2.5 ദിവസം കൊണ്ട് മാത്രം മദീനയിൽ നിന്ന് മടക്കയാത്ര ചെയ്തു നാട്ടിൽ തിരിച്ചെത്തി. ഈ സംഭവം ലോക പ്രശസ്ത പണ്ഡിതനായ 2ാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ മറ്റു പണ്ഡിതന്മാരും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമാം ഹാഫിള് യൂസുഫ് സ്വാലിഹു ഷാമി റളിയല്ലാഹു അൻഹു സുബുലുൽ ഹുദാ വർ-റഷാദ് എന്ന ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തി വെച്ചതായി കാണാം. മുജാഹിദുകളോട് ഇനിയൊരു ചോദ്യം. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ശിർക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു മഹാനായ സ്വഹാബിയെ പരിചയപ്പെടുത്തിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തൗഹീദിന് വേണ്ടി നിലകൊണ്ട് ജീവിതകാലം മുഴുവനും വിജ്ഞാനം വിതറാൻ വേണ്ടി നിലകൊണ്ട മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലാവാത്ത തൗഹീദും ശിർക്കുമാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നുവെങ്കിൽ മുസ്ലിം ലോകം നിങ്ങളെ ആ വിചിത്രവാദം വലിച്ചെറിയുന്നു. ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി മഖബറയിലേക്ക് പോവുക എന്നത് കേൾക്കുമ്പോൾ തന്നെ പുത്തംവാദികളായ പലർക്കും സഹികേടാണ്. ഇവിടെ ഒരു ആവശ്യം വന്നപ്പോൾ തൗഹീദ് എന്താണെന്ന് ആരേക്കാളും നന്നായി മനസ്സിലാക്കിയ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ ചോദിക്കുന്നു. ഈ സംഭവം വലിയ ബഹുമാനമായി തന്നെ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നു. ഇവർക്കൊന്നും മനസ്സിലാവാത്ത തൗഹീദും ഷിർക്കും ഇന്നുള്ള ചില ബിദ്അത്തുകാർക്ക് മനസ്സിലായി എന്നാണോ മുസ്ലിം ലോകം വിശ്വസിക്കേണ്ടത്? ദീർഘമായ യാത്രക്ക് മുമ്പ് മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ മാതൃക എന്നോണം ദീർഘമായ മിഅ്റാജ് യാത്രക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ സിയാറത്ത് ചെയ്തു. അതിനുശേഷം നടത്തിയ മിഅ്റാജ് യാത്ര ചുരുങ്ങിയ സമയങ്ങൾക്കകം ആകാശ ലോകം താണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വന്നു. ഖബർ സിയാറത്ത് ചെയ്യുന്ന ആ സമയം മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. മൂസാ നബി അലൈഹിസ്സലാമിനെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ആ യാത്ര ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാവണം ആകാശലോകത്ത് വെച്ച് മറ്റു പല നബിമാരെ കണ്ടെങ്കിലും മൂസാ നബി അലൈഹിസ്സലാം തന്നെ 50 വഖ്ത് നിസ്കാരം ചുരുക്കി 5 ആക്കി കിട്ടാൻ കാരണമായ ആ വലിയ സഹായം ചെയ്തു കൊടുത്തത്. അല്പജ്ഞാനികളായ ആളുകളുടെ ചിന്താധാരക്ക് എത്രയോ അപ്പുറത്താണ് മഹാന്മാരുമായി ബന്ധപ്പെട്ട ഐഹിക പാരത്രിക ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.